കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ട്രാക്ക് റെക്കോർഡിനുടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്ക് ആ കോഴി പുരാണം ഒന്ന് കാണാം. പത്തനംതിട്ട അടൂരുകാരനായ കോൺഗ്രസ് നേതാവ് പഴകുളം മധുവിന്റെ ശിഷ്യനായാണ് മാങ്കൂട്ടത്തിൽ KSUവിൽ തന്റെ അശ്ലീല ജീവിതം ആരംഭിക്കുന്നത്. അന്ന് കോലം കത്തിക്കുന്നതിനിടയിൽ മുണ്ടില്ലാതെ ഓടിയ മാങ്കൂട്ടത്തിന്റെ കോമഡി വീഡിയോ ആരും മറന്നു കാണാൻ വഴിയില്ല. ഇടയ്ക്കൊന്ന് ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ചാണ്ടി ഉമ്മന്റെ കൂടെ ഡൽഹിയിൽ MA പഠിക്കാൻ പോയി. 2017 കേരളത്തിൽ തിരിച്ചെത്തിയ രാഹുൽ KSU സംസ്ഥാന അധ്യക്ഷനാവാനൊരു ശ്രമം നടത്തിയെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു. രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കളികൾ കളിക്കണമെന്ന് തിരിച്ചറിഞ്ഞ ചെക്കൻ ഇതോടെ A ഗ്രൂപ്പിൽ ഷാഫി പറമ്പലിന്റെ കൂടെ കൂടി. ഈ സഖ്യം ഗുണം ചെയ്തു. അതുവരെ പണിയില്ലാതെ നടന്നവൻ അതോടെ 2019 യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി. അതോടെ യൂത്ത് കോൺഗ്രസിന്റെ ശബ്ദമായി മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞാടാൻ തുടങ്ങി. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ എന്ത് തോന്നിവാസവും ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്ന രാഹുലിന്റെ രീതി വ്യാപകമായി വിമർശിക്കപ്പെട്ടു. തുടർന്ന് 2022 നടന്ന യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും വലിയ ഉഡായിപ്പ് കാണാൻ കഴിഞ്ഞത്. സംഘടന പിടിക്കാനും അതുവഴി സംഘടനാ അധ്യക്ഷനാവാനും സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി വിതരണം ചെയ്ത ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ രാഹുൽ യൂത്ത് കോൺഗ്രസ് തലപ്പത്തേക്ക് എത്തി. തെരഞ്ഞെടുപ്പിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസുകാർ തന്നെ പോലീസിൽ പരാതി നൽകി. ഇതിലെ പ്രതികളെയെല്ലാം പിടിച്ചത് മാങ്കൂട്ടത്തിലിന്റെ സ്വന്തം കാറിൽ നിന്നായിരുന്നു. അടുത്തത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പാലക്കാട് നിന്ന് വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തിയ ഷാഫിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സോഷ്യൽ മീഡിയ ചുമതല രാഹുൽ ഏറ്റെടുത്തു. കുതന്ത്രങ്ങളുടെയും വ്യാജ പ്രചരണങ്ങളുടെയും പുതിയൊരു അധ്യായത്തിനാണ് അതുവഴി തുടക്കമായത്. LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് അടക്കം വ്യാപകമായ കള്ളപ്രചരണങ്ങളാണ് അന്ന് രാഹുലിന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടത്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് എൻട്രി കിട്ടാതിരുന്ന രാഹുലിന് വേണ്ടി ഷാഫി കനിഞ്ഞത് അങ്ങനെയാണ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ കെട്ടിയിറക്കപ്പെട്ടു. വിജയിക്കാനായി രാഹുലും സംഘവും പയറ്റിയ കളികളിൽ പുതിയതായിരുന്നു അന്നത്തെ പെട്ടി വിവാദം. തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം കൊണ്ടുവന്നെന്ന് ആരോപണമുയർന്ന അന്ന് പോലീസിന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതിന് നടത്തിയ ഷോ നാട്ടുകാരെല്ലാം കണ്ടതാണ്. അടുത്ത എൻട്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനാണ്. PV അൻവറുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തെളിയിക്കാൻ UDF കിണഞ്ഞു ശ്രമിക്കുന്ന സമയമാണ്. അന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് പുല്ലുവില കൽപ്പിച്ച് രാഹുൽ അദ്ദേഹം രാത്രിയുടെ മറവിൽ PV അൻവറിനെ കാണാൻ പോയി. ഇത് കഴിഞ്ഞാണ് മാങ്കൂട്ടത്തിന്റെ ശരിക്കുള്ള കയ്യിലിരിപ്പ് പുറത്തു വന്നത്. ചാനൽ ചർച്ചകളിലെ കലിപ്പൻ വെറും പെണ്ണുപിടിയനായിരുന്നു. യുവതികൾ മുതൽ 59 വയസ്സുള്ള IAS ഉദ്യോഗസ്ഥ വരെയുള്ള ഒരു കൂട്ടം സ്ത്രീകൾ പരാതികളുമായി രംഗത്തു വന്നു. ടെലിഗ്രാമിലൂടെയും മറ്റുമുള്ള ചേട്ടന്റെ ലീലാവിലാസങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസിന് നിലത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുതൽ അവരുടെ ഭാര്യമാര് വരെ പരസ്യ പ്രസ്താവന നടത്തി. ഗർഭം ധരിച്ച കാമുകിയെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയ അണ്ണൻ. അതിനുവേണ്ടി വധഭീഷണി മുഴക്കുന്ന ഓഡിയോ പുറത്തു വന്നു. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ടോ? ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പദവി തെറിച്ചു. മതിയായ വിശദീകരണം നൽകാതെ അന്ന് ഒളിവിൽ പോയവൻ പിന്നെ പൊങ്ങിയത് 1.5 മാസം കഴിഞ്ഞാണ്. എല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞെങ്കിലും പരാതി നൽകിയ സ്ത്രീകൾക്കെതിരെയോ നിരന്തരം വാർത്തകൾ നൽകിയ ചാനലുകൾക്കെതിരെയോ ഒരു മാനനഷ്ട കേസ് പോലും നൽകിയിട്ടില്ല. രാഹുലിന്റെ ഗോഡ്ഫാദർ ഷാഫി ഇന്നേ വരെ അയാളെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നും ഓർക്കണം. എന്നാലും ഷാഫിക്ക് ഈ ആരോപണം വലിയ ക്ഷീണമുണ്ടാക്കി. ഇതിനിടെ രാഹുലിനെ ന്യായീകരിക്കാൻ പ്രമുഖന്മാരുടെ വലിയൊരു പട തന്നെ ഇറങ്ങി. എതിർപാളയത്തിലുള്ള രാഹുൽ ഈശ്വറിനെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പേര് വെളുപ്പിക്കാൻ ഒരു PR ഓഡിയോ ഇറക്കിയെങ്കിലും സംഭവം ചീറ്റിപ്പോയി. സമ്മർദ്ദം സഹിക്കവയ്യാതെ താൻ ഇപ്പോൾ സിട്രിസനും പാരസെറ്റമോളും കഴിച്ചാണോ ഉറങ്ങുന്നത് എന്ന് പറയുന്ന വീഡിയോ ഇറക്കി ക്യൂട്ടാവാൻ നോക്കിയതും എയറിലാണ്. വിവാദം ഒന്നടങ്ങിയെന്ന് കണ്ടപ്പോൾ പതിയെ രാഹുൽ വീണ്ടും തലപൊക്കി. ആദ്യം നിയമസഭയിൽ അനുശോചന പ്രമേയം നടന്ന ദിവസം തല കാണിച്ചു മുങ്ങി. തുടർന്ന് പാലക്കാട്ടെ MLA ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടു. ഗർഭവിവാദത്തിൽ തകർന്നുപോയ രാഹുലിനും ഗോഡ്ഫാദർ ഷാഫിക്കും ഒരു തിരിച്ചുവരവ് നടത്താൻ കിട്ടിയ ചാൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലുണ്ടായത്.
യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായപ്പോൾ പോലീസിനെ കരിവാരിത്തേക്കാൻ മർദ്ദനമേറ്റെന്ന കരച്ചിലുമായി ഷാഫി ആശുപത്രിയിലെത്തി. സിനിമയെ വെല്ലുന്ന അഭിനയവുമായി ആശാൻ കലക്കുമ്പോൾ ശിഷ്യൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അടുത്ത ഷോ തുടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥരെ ക്രിമിനൽ എന്നൊക്കെ വിളിച്ച് രാഹുൽ തനിക്ക് പരിചയമുള്ള ഭീഷണി പരിപാടി ഇറക്കി. ആലോചിക്കണേ, പ്രായഭേദമില്ലാതെ കൺമുന്നിൽ വന്ന എല്ലാ സ്ത്രീകളെയും ലൈംഗികമായി ഉപയോഗിക്കാൻ നോക്കിയ ഒരുത്തനാണ് പോലീസുകാരെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത്. കാമുകിയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തിയ ഒരാൾ പൊതുമധ്യത്തിൽ വന്ന് പ്രകടനം നടത്തുന്നു. എന്റെ മോളെ പോലെയുള്ള ഒരാളോടാണ് അവൻ ഇങ്ങനെ പെരുമാറിയതെന്ന് പറഞ്ഞ സതീശനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. എന്തൊരവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും മഹാനാണ്. ഇത്രയധികം ചീഞ്ഞ ആരോപണങ്ങളും കേസുകളും നിൽക്കുമ്പോഴും പൊതുമധ്യത്തിൽ വന്നിങ്ങനെ തള്ളാൻ ധൈര്യമുണ്ടാവണമെങ്കിൽ അയാൾ അസ്സല് കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരിക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്.